ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു ഫേഷ്യലാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു ഗോൾഡ് ഫേഷ്യലാണ്. ഇത് സ്കിന്നെല്ല എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് ഗോൾഡ് ഫേഷ്യൽ കിറ്റ്. ഇതിൽ ഗോൾഡ് ആൻഡ് സെഫ്രോണിൻ്റെ എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫേഷ്യൽ കിറ്റാണ്. 7 സ്റ്റെപ്പാണ് ഈ ഫേഷ്യൽ വരുന്നത്. ഈ ഫേഷ്യൽ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡെഡ് സെൽസ് റിമൂവ് ആവുകയും ഡൾനെസ് മാറി ഒരു ഹൈഡ്രേറ്റിംഗ് ആൻഡ് മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. സ്കിൻ നല്ല രീതിയിൽ സോഫ്റ്റ് ആവുന്നുണ്ട്. ഇത് ചെയ്താൽ റിസൾട്ട് അറിയുന്നതിന് വേണ്ടി എൻ്റെ ഫേസിൽ തന്നെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എൻ്റെ ഫേസ് ഇപ്പോൾ നല്ല രീതിയിൽ ഡള്ളായിട്ടാണ് ഇരിക്കണത്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫേഷ്യൽ. ഫസ്റ്റ് തന്നെ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. ഇനി ഇത് വെള്ളം വെച്ചൊന്ന് റിമൂവ് ചെയ്യണം. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ക്രബ് ചെയ്യാൻ പോവാണ്. ഈ സ്ക്രബിൽ സെഫ്രോണിൻ്റെയും ടെർമറിക്കിൻ്റെയും എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ആവാനും ഡൾനെസ് മാറാനും എല്ലാം സഹായിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ്സ് വരെയാണ് സ്ക്രബ് ചെയ്ത് ഇട്ടും നമ്മൾ മസാജ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ സ്ക്രബ് ഇട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് റിമൂവ് ചെയ്യാം. സ്ക്രബ് എല്ലാം റിമൂവ് ചെയ്ത് ഇനി ഒന്ന് ടിഷ്യൂ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഫേസിലേക്ക് സിറം അപ്ലൈ ചെയ്യാണ്. സിറം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സിറം അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് അബ്സോർബ് ആവാൻ വിടുക ചെയ്യേണ്ടത്. ഇതിന് സിറം ഇപ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്നിന് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാണ് അടുത്തത് മസാജ് ചെയ്യുന്നത്. സിറം നല്ല രീതിയിൽ സ്കിന്നിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഈ സിറത്തിലും സെഫ്രോണിൻ്റെയും ടെർമറിക്കിൻ്റെയും എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് നോറിഷിങ് മസാജ് ക്രീം വെച്ചിട്ടുള്ള മസാജിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്രീം നന്നായിട്ട് മസാജ് ചെയ്തു. നല്ല രീതിയിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ക്രീം എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ മുഖമൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്കാണ് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഫേസിൽ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പാക്ക് ഇപ്പം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് റിമൂവ് ചെയ്യാൻ പോവാണ്.
പാക്ക് എല്ലാം റിമൂവ് ചെയ്തു, ടിഷ്യൂ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ജെല്ലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഓരോ ക്രീമിലും ഗോൾഡിൻ്റെയും സെഫ്രോണിൻ്റെയും ടെർമറിക്കിൻ്റെയും എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ജെല്ലിട്ടൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് ഒന്ന് അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്യണം. ജെല്ലും നല്ല രീതിയിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇത് റിമൂവ് ചെയ്ത് കളയണം. ജെല്ലും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായ SPF അപ്ലൈ ചെയ്യാണ്. നല്ലൊരു വ്യത്യാസം എൻ്റെ ഫേസിന് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്, ഇച്ചിരി ഗ്ലോയിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റ് റിസൾട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഫേഷ്യൽ ചെയ്യുമ്പോഴേക്കും കിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഞാൻ തന്നെ റിസൾട്ട് അറിയാൻ വേണ്ടി എൻ്റെ ഫേസിൽ ചെയ്ത് കാണിച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് കറക്റ്റ് പ്രൊസീജിയറിൽ മസാജിങ്ങായിട്ട് ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റുക. എന്നാലും എൻ്റെ സ്കിൻ ഇപ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്കിന്നിലയുടെ ഗോൾഡ് ഫേഷ്യലാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടുക, നിങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തിട്ടേക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.